ഹായ് ഗായ്സ്, സ്ത്രീകളായിക്കോട്ടെ അല്ലെങ്കിൽ പുരുഷന്മാരായിക്കോട്ടെ എല്ലാവരും അവരുടെ മുഖം നല്ല ഗ്ലോയിങ് ആൻഡ് ക്ലിയർ ആയിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് മുഖത്തിലുണ്ടാവുന്ന കരിമ്പുള്ളി, കറുത്ത പാട്, ഓപ്പൺ പോസ്, സൺ ടാന് ഇതൊന്നും ഇല്ലാതെ മുഖം നല്ല ക്ലിയർ ആയിട്ടിരിക്കണം. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഹോം റെമഡിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അതും നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു റെമഡി ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു റെമഡി ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഡെയിലി ചെയ്യണം കേട്ടോ. ഒരു ദിവസം ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മുടെ ഫേസിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് വരത്തില്ല. നമ്മളിത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യും, എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഒരു 2-3 ഡേയ്സ് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റെമഡി ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ടോട് നമുക്ക് തരുന്നതായിരിക്കും. നിങ്ങൾ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റൻ ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് നമുക്ക് അതിൻ്റെ ആ ഒരു തോല് കംപ്ലീറ്റ് ആയിട്ടും പീൽ ചെയ്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്യാനൊക്കെ മുന്നേ കഴുകാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ഫേസിൽ എടുക്കുന്നതാണ്. അപ്പോൾ നല്ലവണ്ണം കഴുകി വന്നതിന് ശേഷം അതിൻ്റെ ആ ഒരു തോല് റിമൂവ് ആക്കുക, പിന്നീട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ. ഇനി നമ്മളിതൊരു വേറൊരു പാത്രത്തിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്കിൻ കെയറിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പാന് മാറ്റി വെച്ചിരിക്കുന്നത്. നിങ്ങളും അതുപോലെ തന്നെ ചെയ്യാം. അതല്ലാതെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളെടുത്തൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വേറെ പാത്രം തന്നെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പാനിനകത്തേക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങും ഒരു 1/2 ഗ്ലാസോളം വെള്ളം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്യാസ് അങ്ങ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. കുക്ക് ചെയ്ത് നമുക്കിതങ്ങ് ഒരു സ്ലൈമി ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്ന സമയത്ത്, ആ സ്ലൈമി അറിയാലോ, ആ ഒരു കൺസിസ്റ്റൻസിയിലാവുന്ന സമയത്ത് നമുക്കിതങ്ങ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിടാം. എന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് 2 കാര്യങ്ങളൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് സ്പൂണ് വെച്ച് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഒരു പൊട്ടോറ്റോ ചെറിയ രീതിക്ക് വെന്ത് വരും. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ആ സ്പൂൺ ഉപയോഗിച്ച് മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്ലൈമി കൺസിസ്റ്റൻസിയിൽ ആയിക്കിട്ടും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ആയിക്കിട്ടും. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് സമയം കൊടുക്കാം. തണുത്ത് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ നാരങ്ങ നീരാണ്. നാരങ്ങ നീര് കാണുന്ന പോലെ ചെറിയൊരു പീസ് എടുത്തിട്ട് അതിന് സ്ക്വീസ് ചെയ്തിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അത് ഇതിനകത്തേക്ക് ഞാൻ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി നല്ല രീതിക്ക് അങ്ങ് മിക്സാക്കി കൊണ്ടുവരണം കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ആയതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ രീതിക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ആ ചെറിയൊരു 2 രൂപയുടെ ആ ഒരു സാഷ് ഞാൻ ഫുള്ളായിട്ടും ഈ ഒരു കൂട്ടിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് നല്ല രീതിക്ക് മിക്സ് ആക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടും. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴുകി വരുന്ന നേരം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റൻ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഫേസിൽ. അപ്പോൾ നമ്മളിത് ആഴ്ചയിൽ 3-4 തവണ ആയിട്ട് അപ്ലൈ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് ഇങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന കറുത്ത പാടുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മുഖക്കുരു വന്നു പോയിട്ടുണ്ടാവുന്ന പാടുകളായിക്കോട്ടെ, പിഗ്മെൻറ്റേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ക്ലിയർ ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഫേസിൽ നിന്ന് അതിങ്ങനെ ലൈറ്റൈൻ ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പിഗ്മെൻറ്റേഷനോ കറുത്ത പാടുകളോ മാത്രമല്ല, നമ്മുടെ ഫേസിൽ തന്നെ നമുക്ക് നന്നായിട്ട് ലൈറ്റൈൻ ചെയ്ത് നല്ല ബ്രൈറ്റൻ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ആകും കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഒരു 2-3 ഡേയ്സിനുള്ളിൽ നമുക്കിത് ഉപയോഗിച്ച് തീർക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ നമുക്കൊരു 2-3 ഡേയ്സ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.